ഡൽഹിയിലെ ഹൈദരാബാദ് ഹൗസിൽ മോദി പുടിൻ കൂടിക്കാഴ്ച പൂർത്തിയായി 8 സുപ്രധാന കരാറുകളിൽ ഭാരതവും റഷ്യയും ഒപ്പുവെച്ചു. ഭാരതം റഷ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ പുടിന്റെ പങ്ക് വലുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. റഷ്യ യുക്രൈൻ സമാധാനത്തിന് പിന്തുണ അറിയിച്ചതിന് നന്ദി അറിയിച്ചായിരുന്നു പുടിന്റെ വാക്കുകൾ. ഭാരതത്തിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് പിന്നാലെ നടത്തിയ സംയുക്ത പ്രസ്താവനയിലേക്ക് ആദ്യം. സംയുക്ത പ്രസ്താവന പൂർത്തിയായിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഭാരതം ലോകം ഉൾപ്പെടെ ഇന്ന് ഡൽഹിയിലേക്ക് ഉറ്റുനോക്കുകയാണ്. പുടിൻ എത്തിയതോടെ രാജ്യം ചർച്ച ചെയ്യുന്നത്. ജിഷ്ണു വിവരങ്ങൾ നൽകും. ജിഷ്ണു, ഇന്ന് പുടിൻ ഭാരതത്തിലെത്തിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഒരു ലോകക്രമത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള 2 ഭരണാധികാരികൾ ഇന്ന് ഡൽഹിയിലുണ്ടായിരുന്നു, പുടിനും നരേന്ദ്രമോദിയും. ലോകത്ത് അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത് ഈ ഒരു ബന്ധം ശക്തിപ്പെടുന്നതാണ്. ഒരു ത്രിലോക രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നു. ഭാരതം, റഷ്യ, ചൈന. ഈ ത്രിലോക രാഷ്ട്രങ്ങൾ രൂപീകരിക്കപ്പെടുന്നതിൽ ഒരു പ്രധാന നടപടിയായിരുന്നു ഇന്ന് ഡൽഹിയിൽ നടന്നത്. അതിൻ്റെ ഭാഗമായി ചില കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട്. ഭാരതവും റഷ്യയും തമ്മിലുള്ള ബന്ധം സുദൃഢമാകുന്നു. എന്തൊക്കെയാണ് ഇപ്പം ഏറ്റവും ഒടുവിൽ നടക്കാൻ കഴിയുന്ന വിശദാംശങ്ങൾ, ജിഷ്ണു? ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഏറ്റവും കരുത്തരായിട്ടുള്ള 2 ഭരണാധികാരികൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് പൂർത്തിയായിട്ടുള്ളത്. ഡൽഹിയിൽ ഹൈദരാബാദ് ഹൗസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച പൂർത്തിയായി. ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിൽ സഹകരണം കൂടുതൽ ഊഷ്മളമാക്കാനുള്ള ധാരണയായിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള 8 ധാരണാപത്രങ്ങൾ ഇരു രാജ്യങ്ങളും പരസ്പരം കൈമാറി. അതിനുശേഷം നടത്തിയിട്ടുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംയുക്ത പ്രസ്താവനയിൽ 2 രാജ്യങ്ങളും പരസ്പരം അഭിനന്ദിക്കുകയും ഒപ്പം പുടിൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഭീകരതയ്ക്കെതിരെ ഭാരതവും റഷ്യയും തോളോട് തോൾ ചേർന്ന് നിൽക്കും എന്ന പ്രഖ്യാപനമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയിട്ടുള്ളത്. ഭീകരതയ്ക്കെതിരെ ലോകരാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. പഹൽഗാം ഭീകരാക്രമണമാണെങ്കിലും മുൻപ് റഷ്യയിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണമാണെങ്കിലും ഭീകരാക്രമണം എന്നുള്ളത് മാനവരാശിക്കെതിരെയുള്ള വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് അതിനെതിരെ ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശയത്തിനൊപ്പം റഷ്യ തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന പ്രഖ്യാപനമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയിട്ടുള്ളത്. കൂടാതെ വാണിജ്യ വ്യവസായ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ആരോഗ്യ മേഖലയിലും പ്രതിരോധ മേഖലയിലും സഹകരണം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനും സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ധാരണകൾ ഇരു രാജ്യങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്. അമൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ലോകരാഷ്ട്രീയത്തിൻ്റെ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സമവാക്യങ്ങൾ മാറിമറിയുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. മുൻപ് അമേരിക്ക എന്ന സാമ്പത്തികമായും സൈനികമായും മുൻപിൽ നിൽക്കുന്ന രാജ്യം തീരുമാനങ്ങൾ എടുക്കുന്നതിനനുസരിച്ചായിരുന്നു പിന്നീട് ചൈന അച്ചുതണ്ടും. ഈ 2 രാജ്യങ്ങൾ തമ്മിൽ നിയന്ത്രിച്ചുകൊണ്ടായിരുന്നു ലോകരാഷ്ട്രീയത്തെ മുൻപോട്ട് കൊണ്ടുപോയതെങ്കിൽ ആ സമവാക്യങ്ങൾ മാറിമറച്ചുകൊണ്ട് പുതിയ ഭരണക്രമത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ സമവാക്യത്തിലേക്ക് എത്തുന്നു. അതിലൊരു വലിയ ശക്തിയായി ഭാരതം മാറുന്നു. നമ്മുടെ ഭാരതം അതിൻ്റെ മുൻപിലേക്ക് എത്തുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ആ സമയത്താണ് റഷ്യൻ പ്രസിഡന്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തിയിട്ടുള്ളത്. ഇന്നലെ ന്യൂഡൽഹിയിലെത്തിയിട്ടുള്ള വ്ളാഡിമിർ പുടിന് ഊഷ്മളമായ വരവേൽപ്പായിരുന്നു ഭാരതം നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചു. ഇന്നലെ രാത്രി 7 ലോക് കല്യാൺ മാർഗിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ അദ്ദേഹത്തിന് അത്താഴ വിരുന്നൊരുക്കി. ഇന്ന് രാഷ്ട്രപതി ഭവനിലായിരുന്നു പുടിന് ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണം നൽകിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു അദ്ദേഹത്തെ ഔദ്യോഗികമായി സ്വീകരിച്ചു. തുടർന്ന് ഹൈദരാബാദ് ഹൗസിൽ നടന്നിട്ടുള്ള ഉഭയകക്ഷി ചർച്ച ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ വാണിജ്യ വ്യവസായ മേഖലയിലും പ്രതിരോധ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ആരോഗ്യ മേഖലയിലും എല്ലാം തന്നെ കൂടുതൽ സഹകരണം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഒപ്പം വിവിധ നടപടികളിൽ ഒരുമിച്ച് മുൻപോട്ട് പോകാനാണ് ഇരു ഭരണാധികാരികളും തമ്മിൽ നടത്തിയിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയിൽ എടുത്തിട്ടുള്ള തീരുമാനം. അമൽ. യെസ്, ഡൽഹി ഹൈദരാബാദ് ഹൗസിൽ മോദി പുടിൻ കൂടിക്കാഴ്ച പൂർത്തിയായിരിക്കുന്നു. 8 സുപ്രധാന കരാറുകളിൽ ഭാരതവും റഷ്യയും ഒപ്പുവെച്ചു. ഭാരതം റഷ്യ ബന്ധം ശക്തിപ്പെടുന്നതിൽ പുടിന്റെ പങ്ക് വലുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. റഷ്യ യുക്രൈൻ സമാധാനത്തിന് പിന്തുണ അറിയിച്ചതിന് നന്ദി അറിയിച്ചായിരുന്നു പുടിന്റെ വാക്കുകൾ. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.